RRB ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ഹയർ ക്വാളിഫിക്കേഷൻ പ്രശ്നമാണോ എന്നുള്ളത്. ജനുവരി മാസം 23-ാം തീയതി മുതലാണ് ഗ്രൂപ്പ് ഡിയുടെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവുക എന്ന് ഓൾറെഡി നമ്മുടെ RRB അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഹയർ ക്വാളിഫിക്കേഷൻ ഒരു പ്രശ്നമാകുമോ, ഹയർ ക്വാളിഫിക്കേഷൻ എവിടെ വരെയാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക എന്നൊക്കെ ഒരുപാട് പേർക്ക് സംശയമുണ്ട്. നമ്മുടെ വീഡിയോസിന്റെ ഒക്കെ താഴെ വന്ന് കമന്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതിനുള്ള ഒരു സൊല്യൂഷൻ ആണ് മക്കളെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട എക്സാം ഡേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കി പോകാം. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പൊ RRB ഗ്രൂപ്പ് ഡി ഹയർ ക്വാളിഫിക്കേഷൻ പ്രശ്നമാകുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് നമുക്ക് ഇങ്ങനെ ഒരു നോട്ടീസ് PSC ആദ്യമേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ, നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു നോട്ടീസ് പ്രകാരം അല്ലെങ്കിൽ ഈ ഒരു നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇത് ലെവൽ 1 പോസ്റ്റുകൾ 7th പേ കമ്മീഷൻ പ്രകാരം ലെവൽ 1 പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. ഈ റിക്രൂട്ട്മെന്റിന്റെ ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 23/1/2025 ആണ്. അപ്പൊ ഈ മാസം, അതായത് ജനുവരി മാസം 25-ാം തീയതി എന്ന് പറഞ്ഞാൽ ഇനി ഒരു 5 ദിവസം കൂടി എന്താണ് ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആകാനായിട്ട് ഉണ്ട്. ദെൻ അതിന്റെ ക്ലോസിംഗ് ഡേറ്റ് പറയുന്നത് 22/2, അതായത് ഫെബ്രുവരി മാസം 22-ാം തീയതി 11:59 എന്ന് പറഞ്ഞാൽ ഒരു മാസ സമയം നമുക്ക് എന്തിനായിട്ടുണ്ട്, അപ്ലൈ ചെയ്യാനായിട്ടുണ്ട്. ഏകദേശം 14ഓളം പോസ്റ്റുകളിലേക്കാണ് ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. 18,000 രൂപ ഇനിഷ്യൽ പേയ്മെന്റ് ആണ് ഇതിന്റെ ഫീസ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, 8th പേ കമ്മീഷൻ വരാൻ പോവാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ 8th പേ കമ്മീഷന് പ്രധാനമന്ത്രി അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ സാലറി വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. 8th പേ കമ്മീഷൻ നമുക്കത് പിന്നീട് നോക്കാവുന്നതാണ്. നോക്കിക്കടാ, 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. അപ്പൊ ഇപ്പം ഏജ് ഉയർത്തിയിട്ടുണ്ട്. അപ്പൊ അതൊരു അഡ്വാൻറ്റേജ് ആണ്. 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. വയസ്സ് കണക്കാക്കുന്നത് 1/7/2025 വെച്ചിട്ടാണ്, അല്ലെ? 1/7/2025 ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ ആണ്. 32,000 പ്ലസ് വേക്കൻസി ആണ് എന്തോ ഈ ഒരു വേക്കൻസിയിലേക്കുള്ളത്. നമുക്കറിയാം മറ്റ് RRB പരീക്ഷകൾക്കൊക്കെ വേക്കൻസി പിന്നീട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 32,000 എന്നുള്ള വേക്കൻസി ഇനി എന്ത് ചെയ്തേക്കാം, ഇൻക്രീസ് ചെയ്യപ്പെട്ടേക്കാം. ഓക്കെ ആണ്. നോക്കിയടാ, ഇനി ഏജിനെ പറ്റി പറഞ്ഞിരിക്കുന്നു. 1/7/2025 ആണ് ക്രമം എന്ന് പറഞ്ഞു. ദെൻ മെഡിക്കൽ ഫിറ്റ്നസ് ആവശ്യമായിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഓഫ് മെഡിക്കൽ ഫിറ്റ്നസിനെ പറ്റിയിട്ടും ദെൻ റിസർവേഷൻസിനെ പറ്റിയിട്ടും ഒക്കെ ഉണ്ട്. നമുക്ക് അതിനെ പറ്റിയിട്ടൊക്കെ പിന്നീട് വീഡിയോസ് ചെയ്യാവുന്നതാണ്. എക്സാമിനേഷൻ ബോർഡ് CBT 1 ആണ്. ഒരൊറ്റ എക്സാം മാത്രം എഴുതിയാൽ മതി, അല്ലേ? ഒരൊറ്റ CBT എക്സാം മാത്രം എഴുതിയാൽ മതി. 100 മാർക്കിന്റെ ഒരു എക്സാം. അതിന്റെ സിലബസ് ഒക്കെ നമ്മൾ പല വീഡിയോസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഒക്കെ കാണാം. 100 മാർക്കിന്റെ ഒരു എക്സാം ക്വാളിഫൈ ചെയ്താൽ അതിന്റെ മെഡിക്കൽ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, 2025 തന്നെ നിങ്ങൾക്ക് ഒരു സർക്കാർ ജോലിയിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് RRB ഗ്രൂപ്പ് ഡി എക്സാമിന്റെ പ്രത്യേകത. ഓക്കെയാണ്, സെറ്റാണ്. നോക്കിടാ, 500 രൂപ ആപ്ലിക്കേഷൻ ഫീസ് ഒക്കെ ഉണ്ടാകും. നമ്മൾ ഇന്ന് നോക്കുന്നത് ഇതിന്റെ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2/1/2025 ഒരു നോട്ടീസ് പുറത്തിറക്കി. അത് എന്തുമായി ബന്ധപ്പെട്ടായിരുന്നു? മിനിമം ക്വാളിഫിക്കേഷൻ ഫോർ റിക്രൂട്ട്മെന്റ് ഫോർ ഓപ്പൺ മാർക്കറ്റ് ലെവൽ 1 ഫോർ ദ പേ കമ്മീഷൻ 7th പേ സ്കെയിൽ വെച്ചുകൊണ്ടുള്ള പേ കമ്മീഷനാണ്. അപ്പൊ അതിന് മിനിമം ക്വാളിഫിക്കേഷനായി പറഞ്ഞത് ഇവിടെ കിടപ്പുണ്ട്. 10th പാസ് ഓർ IIT ഓർ ഇക്വലന്റ് ഓർ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഗ്രാൻഡഡ് ബൈ NCVT. അപ്പൊ അവിടെ മിനിമം ക്വാളിഫിക്കേഷൻ ഒന്നെങ്കിൽ 10th ആണ്, 10th മതി, അല്ലെ? SSLC മതി. അതിന്റെ കൂട്ടത്തിൽ വേറെ ഒരു ക്വാളിഫിക്കേഷനും വേണ്ട. മിനിമം ക്വാളിഫിക്കേഷൻ 10th മതി. അല്ലെങ്കിൽ ഇവിടെ ITI പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ NCVTയുടെ സർട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും 10th ഉള്ള എല്ലാവർക്കും എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും, ലെവൽ 1 പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാം. 10th മതി. ഇനി ഹയർ ക്വാളിഫിക്കേഷൻ ആണ് സംശയം. മക്കളെ ഓർക്കുക, ഹയർ ക്വാളിഫിക്കേഷൻ എന്നൊരു കേസ് എന്തിൽ പറഞ്ഞിട്ടില്ല? ഹയർ ക്വാളിഫിക്കേഷൻ എന്നൊരു കേസ് എന്തിൽ പറഞ്ഞിട്ടില്ല? ഗ്രൂപ്പ് ഡിയിൽ പറഞ്ഞിട്ടില്ല. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അത് വ്യക്തമാകും. എന്തുമാത്രം മതി? SSLC ഉള്ള ആർക്കും എന്ന് പറഞ്ഞാൽ അവൻ +2 പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് പ്രശ്നമല്ല, ഡിഗ്രി പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് പ്രശ്നമല്ല, ഇനി അവൻ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് പ്രശ്നമല്ല, ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ടോ എന്നുള്ളതും പ്രശ്നമല്ല. ഹയർ ക്വാളിഫിക്കേഷൻ എന്നൊരു പരാമർശമേ ഇല്ല. അപ്പം ബേസിക് ആയിട്ട് SSLC ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആർക്കും, ഏത് ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്കും RRB ഗ്രൂപ്പ് ഡി ലെവൽ 1 പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്നാൽ നമ്മുടെ PSC ഒക്കെ ആണ് എങ്കിൽ 7th ക്വാളിഫിക്കേഷന് ചിലത് വിളിക്കും. നമ്മുടെ LGS പോലെയുള്ള
പരീക്ഷകൾക്ക് വിളിക്കാറുണ്ട്. അപ്പൊ അവിടെ ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റില്ല എന്ന് നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കും. പക്ഷെ ഇവിടെ എന്താണ്, അങ്ങനെ ഒരു സംഗതി ഇല്ല. ഹയർ ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല. ഏത് ക്വാളിഫിക്കേഷനുള്ള, അതായത് SLC പാസ്സായി അതിന് മുകളിൽ ഏത് ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും, ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ അങ്ങനെയുള്ള എല്ലാവരും ഡൗട്ട് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. 23-ാം തീയതി മുതൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു തുടങ്ങാം. അപ്പൊ ഇനിയും കളയാനായിട്ട് നമ്മുടെ മുൻപിൽ സമയമില്ല. എത്രയും വേഗം മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് സൂപ്പർ നോട്ട്സിന്റെ ഒരു അടിപൊളി ബാച്ച് RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് എസ്പെഷ്യലി മലയാളത്തിലും ഇംഗ്ലീഷിലും, നിങ്ങൾക്ക് മലയാളത്തിലും പഠിക്കാം, അതേപോലെ തന്നെ മലയാളത്തിലും പഠിക്കാം, പ്ലസ് നിങ്ങൾക്ക് ഇംഗ്ലീഷിലും പഠിക്കാം. മലയാളത്തിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും, ഇംഗ്ലീഷിലും നിങ്ങൾക്ക് എന്ത് കിട്ടും, ക്ലാസ്സുകൾ കിട്ടും. മലയാളത്തിലും ക്ലാസ്സുകൾ കിട്ടുമെന്ന് ഓർത്ത് വെച്ചേക്കാം. ഇംഗ്ലീഷിലും എന്ത് കിട്ടും, നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും. 200+ അവേഴ്സിന്റെ, 200+ അല്ല, സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് 300+ അവേഴ്സ്, അല്ലെ 300-350+ അവേഴ്സ്. കാരണം ഇംഗ്ലീഷും കിട്ടുകയാണ്, അതേപോലെ തന്നെ മലയാളം കിട്ടുകയാണ്. ദെൻ ലൈവ് സെഷനുകൾ നിങ്ങൾക്ക് കാണും, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷനുകൾ നിങ്ങൾക്ക് കാണും. പഠിച്ചിട്ട് മാത്രം കാര്യമില്ല, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് സെഷനുകൾ ഉണ്ട്. PDF പ്രിന്റബിൾ ഫോർമാറ്റിലെ PDF മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടും. ഡെയിലി കറണ്ട് അഫയേഴ്സും കാര്യങ്ങളും ഒക്കെ കാണും. കംപ്ലീറ്റ് ആയിട്ടുള്ള മോട്ടിവേഷണൽ സെഷനുകൾ കാണും. നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് മെന്ററിംഗ് സപ്പോർട്ട് കാണും. അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളുമായി, സംവിധാനങ്ങളുമായി ഒരു ഡീറ്റെയിൽഡ് ബാച്ച് RRB ഗ്രൂപ്പ് ഡിയുടെ ബാച്ച് നിലവിലുണ്ട്. ആ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. 8281223366 8281332266 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. അതിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ, ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്താണ് അറിയാനായിട്ട് പറ്റും. ഓക്കെ ആണ്, സെറ്റ് ആണ്. അപ്പൊ ഇനിയും നിങ്ങൾ മടിച്ചിരിക്കരുത്. നിങ്ങളുടെ ഹയർ ക്വാളിഫിക്കേഷനുമായ സംശയവും തീർന്നിട്ടുണ്ട്. എന്ത് ചെയ്തേക്കാം, ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്തേക്കാം, നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ ആണ്. അപ്പൊ നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു.